എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ മീഷോയിൽ ഒരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതിൻ്റെ കളർ കറക്റ്റ് 133 ഷെയ്ഡാണ് കേട്ടോ പ്ലമ്മിൻ്റെത്. അപ്പോൾ ഷോപ്പുകളിലാണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക്ക് പർച്ചേസ് ചെയ്യാറ്. 499 രൂപ കൊടുത്തിട്ട് തന്നെ വാങ്ങല്. അതിൽ യാതൊരുവിധ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അങ്ങനെ ഓൺലൈനിൽ ചെക്ക് ചെയ്ത സമയത്ത്, പ്രത്യേകിച്ച് മീഷോയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ 349 രൂപയ്ക്കാണ് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ ഓർഡർ ചെയ്തത്. ഒരു 1 വീക്കാണ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോൾ സ്കൂളിൽ നിന്ന് വന്ന സമയമായതുകൊണ്ട് അവൾ പൊട്ടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയായിരുന്നു. പൊട്ടിച്ചിട്ട് ആവാത്തത് കൊണ്ട് ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് ഞാനത് വലിയ കവറും ബോക്സ് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല, കാലി ബോക്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്ക് പ്ലമ്മിൻ്റെ എന്നല്ല, ഏതൊരു ബ്രാൻഡിൻ്റെയും ലിപ്സ്റ്റിക്ക് കോസ്മെറ്റിക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ ആദ്യമായിട്ടാണ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടു, എടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ പഴയത് ചെക്ക് ചെയ്ത സമയത്ത്, ഇതിപ്പം ബോക്സ് പൊട്ടിച്ച സമയത്താണ് ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയത് കേട്ടോ. കളർ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. 349 രൂപ കൊടുത്തു എന്നുള്ളത് ലാഭം കിട്ടിയ പോലെ ആയിരുന്നു. പക്ഷേ പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മാറ്റ് ഇൻ ഹെവൻ തന്നെയാണ് അതിൻ്റെ ഹെഡ്ലൈനൊക്കെ. പക്ഷേ അതിൻ്റെ കളർ വേരിയൻറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വ്യത്യാസം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് 133 അതിൻ്റെ നമ്പർ വരുന്നത്. ഞാൻ ഓർഡർ ചെയ്ത് വന്നത് 130. ഇതിൻ്റെ ഇപ്പം കഴിഞ്ഞ ബോക്സ് എൻ്റെ അടുത്ത് ഉണ്ട്, കുപ്പി. അത് ഞാൻ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയേ, ആ ഒരു കളർ ഡിഫറൻസ് മനസ്സിലാവും. ഇട്ട് നോക്കിയപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, എന്നാലും പഴയതുപോലൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് എനിക്ക് എപ്പോഴും അബദ്ധമാണ് പറ്റാറ്. നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.